ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചെറുപയർ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ്. നല്ല രുചിയാണ് ഈ തോരൻ. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിനായിട്ട് ഞാനൊരു അര കപ്പ് ചെറുപയർ ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുതിർത്തെടുത്ത പയറാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുതിർത്തെടുത്ത അര കപ്പ് പയർ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ ഒരു കൂട്ടുണ്ടാക്കണം. അതിനായിട്ട് ഒരു അര കപ്പ് തേങ്ങ ചെരുകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-8 കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഈ തോരനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയമാകുമ്പോഴത്തേക്കും പയർ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ടാവും. ഇതുപോലെ വെള്ളം മുഴുവൻ വറ്റുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടിയുണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഈ തേങ്ങയെല്ലാം ഇടണം. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത് വീണ്ടും മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് പയറിലെ വെള്ളമെല്ലാം വറ്റി നമ്മളിട്ടുള്ള മുളകും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പയർ തോരൻ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഞാനിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ലതുപോലെ ഉതിർന്ന് കിടക്കുന്ന നല്ല തോരൻ റെഡിയായി കഴിഞ്ഞു. ഈ രീതിയിലൊന്ന് തോരൻ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ പയർ ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്ത ശേഷം തോരൻ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്